ഇത് എവിടുന്ന് കൊണ്ടുവന്ന ചീരയത്? സ്വന്തം വീട്ടിൽ നിർമ്മിക്കുന്ന ചീരയാണ് അല്ലേ? സ്വന്തം ചീര വേണോ? സ്വല്പം 1/2 കിലോ. സ്വന്തം കൃഷി എന്ന് പറയാൻ നമ്മള് സ്വന്തമായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പം എൻ്റെ ഒരു ബിനു അല്ലേ? ബിനു എന്ന് പറയുന്ന ചേട്ടൻ വേണ്ട സ്വന്തമായിട്ട് ചീരകൃഷി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളിങ്ങനെ ചീരയല്ല എല്ലാ പരിപാടിയും ഉണ്ടല്ലേ? അപ്പോൾ ഇത് ഒരു കെട്ടിന് എന്നാ വിലയാണ്? ഒരു കെട്ട് 30 രൂപ വിലക്കാണ്. 30 രൂപീസ്. 1 കിലോ കൂടുതലുണ്ട്. 1 കിലോ കൂടുതലുണ്ടോ? 30 രൂപ. കടക്കാർ 40 രൂപയ്ക്ക് രാസവളവും രാസ കീടനാശിനി അടിച്ചു കൊണ്ടിരുന്നതാണ്. ഇതൊരു രാസവളമോ രാസ കീടനാശിനിയോ ഒന്നും ഇല്ലാത്ത ജൈവമായിട്ട് വന്ന് കണ്ടാലറിയാം. ഞാൻ വെച്ചൂർ പശുവിനെ സ്വന്തമായിട്ട് വളർത്തി കമ്പോസ്റ്റ് ഉണ്ടാക്കി കൃഷി ചെയ്യുന്ന എൻ്റെ എല്ലാ കൃഷിയുണ്ട്. വെറ്റില കൊടിയുണ്ട്, അതുപോലെ രക്തശാലി, നെൽവിത്ത്, ക്യാരറ്റ്. ഈ വർഷം എനിക്ക് 300 കിലോ ക്യാരറ്റ് ഞാൻ ഇവിടെ ചിറ്റാറി ചന്തയിൽ കൊടുത്തല്ലേ? അതെ, എല്ലാ കൃഷിയും. ഇപ്പം കപ്പറണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലം എല്ലാം റെഡിയാക്കിയിട്ടേക്കോ നെൽവിത്ത് രക്തശാലി. അത് ഭയങ്കര ഗുണമുള്ള ഓർഗാനിക് പച്ചക്കറി ഉള്ള ഒരു സംഭവമാണല്ലേ? തേനീച്ച വളർത്തലുണ്ട്. തേനീച്ച ശുദ്ധമായിട്ടുള്ള തേൻ ചെറുതാനും ഉണ്ട്, വലിയ തേനുണ്ട്. പിന്നെ അതുപോലെ മീൻ വളർത്തല്, ഫ്രഷ് മീനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ദിവസം പോയി കാണണം. ചേട്ടൻ്റെ ചീരക്കച്ചവടം ഏതാ? കിലോയ്ക്ക് 30 രൂപ. ഒരു കെട്ടിന് 30 രൂപ. ഒരു കിലോയ്ക്ക് പുറത്തുണ്ടല്ലേ? എന്നാൽ എനിക്കൊരു 30 രൂപ എണ്ണം തരാമോ? എന്നാൽ ഇച്ചിരിയോട്ട് തന്നേരം ഞാൻ കൊണ്ടുപോവാം. ഫ്രൈപ്പേ ചീര വേണോ? ചീര നല്ല ചീരയാണ് കേട്ടോ. അപ്പോൾ ചിറ്റാറിലുള്ളവർക്കൊക്കെ അപ്പോൾ ജൈവ കൃഷിയിലൂടെ അല്ലേ? തീർത്തും ജൈവ കൃഷിയിലൂടെ നല്ല ചീര കിട്ടും. വേറെ ചീര മാത്രമേ ഉള്ളൂ? പയർ തീർന്നോ? പയർ തീർന്നല്ലേ? അതുപോലെ തന്നെ കപ്പയുള്ള സാധനം നമ്മൾ കച്ചവടക്കാരെ കൊടുക്കുമ്പോൾ അവർ ഇടനിലക്കാരെ നിൽക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള വില കിട്ടുന്നില്ല. നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വാല്യുവായിട്ടുള്ള സായിപ്പ് കാണും. സായിപ്പിന് പ്രചോദനം പൂത്ത് സായിപ്പ് വരുന്നു. സായിപ്പേ പറ. എടുക്ക് കണ്ടോ കമന്റ് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച വരുന്നുണ്ടായിരുന്നത്. വിഷം അടിക്കാത്ത ചീര അല്ലേ? അതാണ് നല്ല ചീര. കർഷകരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. അതിന് താങ്കൾ ഇനിയും കൃഷി ഊർജിതമായിട്ട് നടത്താൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കൃഷി. ഇവിടെ ചെയ്തോണ്ടിരിക്കും. പണി നടന്നുകൊണ്ടിരിക്കുക. അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നല്ല ചീര കൃഷിയുണ്ട്. അപ്പോൾ ഞാനൊരു കെട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ചീര കൃഷി മമ്മിയാണ് കൊണ്ട് കറിയാ. അപ്പോൾ എന്തായാലും ചീരയ്ക്ക് 30 രൂപ. 10 തന്നെ കോയിനാട്ടോ. അടിപൊളി കോയിനല്ലേ? കേട്ടോ എന്നാ പടി. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞേ. 9605057339. ആർക്കെങ്കിലൊക്കെ ജൈവ കൃഷി വേണം, ജൈവ സാധനങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ. ചിറ്റാർ ഈ മേഖലയല്ലേ? ചിറ്റാർ പരിമിതമായിട്ടുള്ളത് എത്ര സ്ഥലത്തിനകത്താണ് സ്ഥലമുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും പൊളിക്ക് കാണാം. എവിടെ വീട്? വില്ലുന്നി പറയല്ലേ? ഇവിടെ വീടല്ലേ? പൊളിക്കാം കേട്ടോ. ഉറക്ക് പേരായിരുന്നു ബിനു അല്ലേ? ബിനിച്ചേട്ടൻ്റെ ചീരക്കച്ചവടം സൂപ്പറാണ് കേട്ടോ. ചീര പരിപാടി അതെ. നല്ല ചീര കിട്ടി. എന്ത് പറ്റി? അതെൻ്റെ മൂക്കിലൊഴിക്കുന്ന സാധനമാണ്. അതെ ചീര വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ റിയാക്ഷനല്ലേ? അപ്പോൾ നമ്മൾ ചീര വേണോ? 30 രൂപ. നല്ല ചീര അല്ലേ? നഷ്ടമില്ല. 1 കിലോ ഈ പുള്ളിയുടെയിലോ? വേറെ അവിടെ 60 രൂപയായിരുന്നു ഒരു കെട്ടിരുന്ന് ചേച്ചി പറഞ്ഞ്. അപ്പോൾ എന്തായാലും കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ചെറിയൊരു ഓർഗാനിക്കിൻ്റെ ഒരു ചെറിയ സംഭവം സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഓർഗാനിക് പച്ചക്കറി വിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറി ഉണ്ടെങ്കിൽ ഇവിടെ തന്നാൽ നമുക്ക് ഡയറക്റ്റ് ആൾക്കാർക്ക് കൊടുത്ത് നമുക്ക് കാശ് വാങ്ങിക്കാം അല്ലേ? അങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകാം. മമ്മി എടുക്കലോട്ട്. അയ്യോ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ചീര. അപ്പം നമ്മളും കൃഷി ഇങ്ങനെ കർഷക പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വീട്ടിൽ. കണ്ടില്ല? നമ്മുടെ മില്ലാണ് കേട്ടോ. നമ്മുടെ മില്ല് പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഞങ്ങളിപ്പോൾ ചെറിയ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട 60 സെൻറ്റ് സ്ഥലത്തൊരു പയ്യൻ കൃഷി ചെയ്യുക കേട്ടോ. 60 സെൻറ്റ് സ്ഥലത്ത് എവിടാ? ഇത് കണ്ട ഒരു കുറ്റി ചീരയ്ക്ക് 30 രൂപ. 30 രൂപ. അമ്മ വാങ്ങിച്ചോ? പറമ്പിന്നോ?
ഞാനിത് അവന് ഒരു പയ്യ 60 രൂപ ഒരു കുറ്റി ചീരയ്ക്ക്. ആ മമ്മി വേറെ വാങ്ങിച്ചോ? ആഹാ ബെസ്റ്റ്. ആഹാ ഇത് വലിയ ചീരയാണല്ലോ. അപ്പോൾ പയ്യൻ അവന് കർഷകനല്ലേ, അവൻ സ്വന്തമായിട്ട് നട്ടു വളർത്തി അവൻ്റെ വണ്ടിയെ തന്നെ കൊണ്ട് വിൽക്കുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് കരുതി. നമ്മുടെ വലിയ ഇതല്ലേ അച്ഛാ. അച്ഛാ കഴിഞ്ഞ ആഴ്ച വേറെ 60 രൂപയാണെന്നൊരു കെട്ടിന്. ഇതൊരു കിലോ മേളിലുണ്ടെന്ന് പറഞ്ഞു. ഏതേ ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇനിയും വല്ലാതെ നോക്കണമെന്നോ? ഇതിൻ്റെയോ ഇതല്ലേ? വേറെ അപ്പോൾ വലുതായിക്കോളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളപ്പോൾ ചൂട് കുഴിച്ച് വെച്ചിട്ട് ചെറുന്ന് വലുതാകുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലേ? ശരി. അപ്പോൾ അച്ഛൻ്റെ കൊടുക്കുമായത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇനി താഴോട്ടിറങ്ങി ബാക്കിയോടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ അല്ലേ അച്ഛാ? ചീര അരിഞ്ഞുകൊണ്ടിരിക്കുക. ചീര പയറുണ്ടല്ലേ? ഇത് നമ്മുടെ അയ്യത്തല്ലേ? പയറും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അയ്യത്തെ ഓർഗാനിക് പച്ചക്കറിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി പുറത്തോട്ട് പോവാണ്. ഓക്കെ. അപ്പം നമ്മൾ ചെറുകെ നമ്മുടെ ഇത് നമ്മുടെ ചീര കേട്ടോ. നമ്മുടെ ചീരയല്ലേ ഇത്? നമ്മുടെ ചീരയല്ലേ? താഴോട്ട് പോകല്ലേ? അവിടെ നിന്ന് പോകണ്ടല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ പറമ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. പറമ്പിൽ ഓരോരോ പരിപാടികൾ ചെയ്യുന്ന കാര്യം കാണിച്ചിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ചെയ്യുക. ഉണ്ട്. ഒത്തിരി ആടുണ്ട് ഇവിടെ. ആടുസേട്ടനുണ്ട്. അറേ പശു അവിടെ ഉണ്ട്. ആട്. കോഴിയില്ലല്ലേ അച്ഛാ? നമുക്ക് കോഴിയുടെ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ വന്ന് JCB കൊണ്ട് മൊത്തം മണ്ണൊക്കെ മാന്തി എടുത്തായിരുന്നു. നമ്മുടെ ടോണിക്കുട്ടനാണ് വന്ന് എടുത്തത്. അതിൻ്റെ വീഡിയോയുടെ ഞാനിത് ചെയ്യാം കേട്ടോ. ടോണി ഉണ്ടോ? ഇവിടെല്ലാം ഇതുപോലെ ചെയ്തല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ അമ്മമാർ വൃത്തിയാക്കി ചെയ്തത്. ഇത് കണ്ടോ? ഈ കൂടുണ്ടോ ദിവസമുണ്ടല്ലേ? അത് നമ്മൾ പണിഞ്ഞു വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇത് ഓരോരോ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ പറമ്പിനെല്ലാം കൃഷിയാക്കിക്കൊണ്ട് വരണം അല്ലേടാ? 1 2 3 ഇതിപ്പോൾ അച്ഛൻ ഓരോ ദ്വീപ് പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അച്ഛോ എന്താ പരിപാടി എന്നുള്ളതെന്ന് ചോദിക്കാം. അച്ഛനാണ് പരിപാടികൾ ചെയ്യുന്നത്. അച്ഛനും വേറെ 2 3 പേരുണ്ട് കേട്ടോ. എല്ലാവരോടും കൂടിയാണ് ചെയ്യുന്നത്. ഇനി താഴത്തെ ഇടി കളയ്ക്കാമെന്ന് പറഞ്ഞാൽ അമ്മമാർ കിളച്ചില്ല. അമ്മമാർ JCB കൊണ്ട് പൊക്കളഞ്ഞു. എന്തോ ചെയ്യാൻ? താഴെ 2 ഇടിയുടെ കളയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്താ അപ്പുറത്തെ പറമ്പിൽ അവർ കപ്പ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കൃഷിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് കൃഷിയിൽ നിന്ന് 10 രൂപ ഉണ്ടാക്കണം. കാര്യം 10 രൂപ ഉണ്ടാക്കണം എന്നല്ല, നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ഓർഗാനിക് പോലുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്താലേ ഇനി നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ പാടാണ്. കാരണം ഇപ്പോൾ തന്നെ കണ്ടോ മീനിൻ്റെ കാര്യം. മീൻ ഫോർമാലിൻ കലർത്തിയാണ് ഇത് ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ ഓർക്കുവാണ് നമ്മൾ ഇവിടെ ഒരു കുഴി കുഴിക്കേണ്ടതായിരുന്നു. കുഴി കുഴിച്ച് മീൻ വളർത്തുകൂടെ ചെയ്യണമായിരുന്നു കേട്ടോ. അതുകൂടെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ഉള്ളൊരു നമ്മളൊരു കുഴിയൂടെ കുഴിച്ചിട്ട് ഒരു മീൻ വളർത്തുകൂടെ ചെയ്യണമായിരുന്നു. അതല്ലേ? അവിടെ അല്ലേ? കോൺക്രീറ്റ് കൊടുത്താൽ മതി. ലൈറ്റാണല്ലേ? നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ഇതുകൂടെ ചെയ്യണം നേരെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ റോബിൻ ഗിരീഷേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു ഈരാറ്റുപേട്ടെ. അവിടെ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഓമയ്ക്ക നട്ട് വളർത്തിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓമയ്ക്ക നട്ട് വളർത്തിയിരിക്കുന്നത്. ചുമന്ന കളർ കേട്ടോ. ഓമയ്ക്ക ബിസിനസ്. അതായത് ഓമയ്ക്ക തിരുവനന്തപുരത്തോട്ടാണ് കയറി പോകുന്നത് പറഞ്ഞു. പച്ചയ്ക്ക് കയറ്റിക്കൊണ്ട് പോവുക. അതും നല്ലൊരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. പിന്നെ നമ്മളിവിടെ ഇടുന്ന സാധാരണ ഇടുന്ന കപ്പ, തപ്പിയൊക്കെ, ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഡ്രയർ വരുന്നുണ്ട് കേട്ടോ. ഈ ഇവിടുത്തെ ചക്കയെല്ലാം ഉണക്കി അതായത് ഡ്രൈ ഫ്രൂട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വെറുതെ വേസ്റ്റ് ആയി കളയണ്ട. ഡ്രൈ ഫ്രൂട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ആയി കഴിഞ്ഞാലല്ലേ പ്രയോജനപ്പെടുന്നതെന്ന് കരുതിയിട്ടാണ് ഒരു ഡ്രയർ വാങ്ങിക്കുന്നത്. ഡ്രയറൂടെ വാങ്ങിച്ചത് സെറ്റപ്പ് ആക്കി എടുക്കാമെങ്കിൽ സെറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇത് വാഴയല്ലേ? അല്ല, ഈ ചേമ്പല്ലേ? ചേമ്പ് കിളിച്ച് കയറി വരുന്നേ ഉള്ളൂ. ചേമ്പ് കിളിച്ച് കയറി വരുന്നത്. കാലാവസ്ഥ ശരിയല്ലായിരുന്നു, മഴ താമസിച്ചു. അതുകൊണ്ട് അവിടെയൊക്കെ കിളിച്ച് പിന്നെ ഒരു 6 ചേമ്പ് അകലെ വിട്ട് ഓരോ വാഴയുടെ വെച്ച് കൊടുക്കാൻ. വാഴയല്ലേ? അപ്പൊ ചൂടല് വാഴ കയറി വരുന്നതിന് മുന്നേ അതിന് ചുറ്റും എന്തെങ്കിലും കൂടെ ചേരിയോ കാര്യമോ? അത് പിന്നെ വാഴക്കിടുന്ന സാധാരണ കാച്ചിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് കാച്ചിന് പണിയല്ല, അതിന് വളം ചെയ്യണ്ട, ഒരു പണി ചെയ്യണ്ട. അങ്ങനെയുള്ള വാഴയ്ക്കാണ് ഈ കാറ്റ് അതിനൊക്കെ സമയം കഴിഞ്ഞു. കാരണം ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ മോശമാണല്ലോ. വെയിൽ തന്നെയാണല്ലോ. ഇപ്പോഴല്ലേ മഴ പെയ്യാം. ഇപ്പം തന്നെ ഇന്നലെ ഒരു പെയ്ത് മഴയ്ക്ക് ഇച്ചിരി തണുപ്പായിരുന്നു. ഇതുവരെയും പെയ്ത മഴയ്ക്ക് തണുപ്പ് വന്നിട്ടില്ല.
എന്നാലും ശരിക്കും മാന്തിയിട്ടില്ല. ഒരു ഒരു ഓർഡിനറി മാന്തായി പോയി. നല്ല മാന്തല്ല, നല്ല രീതിയിൽ മാന്താൻ പറ്റിയില്ല. ചെറിയൊരു കുളമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ. അപ്പോൾ JCB ഒക്കെ വേണേൽ ആ ടോണിയെ വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വന്ന് മാന്തി തരും. ജോണിയുണ്ട്, കാശിനാഥനുണ്ട്, പീഡിയയിലുണ്ട്, പലരും ഉണ്ട്. നിങ്ങൾക്ക് ആരുടെയും സൈജനച്ചാൻ്റെ ഉണ്ട്, പിന്നെ മഹിമയുടെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് സാധനങ്ങൾ ഇഷ്ടംപോലെ. വണ്ടിയും കൊണ്ട് ഇവിടെ മുട്ടി നടക്കാൻ പറ്റത്തില്ല. ഒരു വണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ. എന്നെ വിളിച്ചില്ല. പിന്നെ മോഹം മൊത്തം ഇത്രയും ഉണ്ട്. എന്നാ ചെയ്യാനാ? ലോട്ടറിക്കാരെ തട്ടി നടക്കാനൊക്കെ അതെ, ലോട്ടറിക്കാരെ തട്ടി നടക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞോട്ട് അവസ്ഥയായി. എന്ത് ചെയ്യാനാ? ഇവിടെ JCB കൊണ്ട് തട്ടി നടക്കാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും തോന്നല്ലേ. നമ്മുടെ പ്രോഫിറ്റുകൾ നമ്മൾ നോക്കുക. നിങ്ങൾ ഓരോരുത്തരും നോക്കണ്ട നിങ്ങളുടെ പ്രോഫിറ്റുകൾ. നിങ്ങൾക്ക് ആരാണ് ഏറ്റവും കുറച്ച് ചെയ്യുന്നത് അല്ലേ? എല്ലാവരും ബിസിനസ് ചെയ്യുക. നിങ്ങൾക്ക് ആരാണ് ബിസിനസ്സിൽ ഏറ്റവും കുറച്ച് ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കുക. അവരെയും കുറയ്ക്കാം. അത് അയ്യോ അവരെ കുറയ്ക്കല്ലേ. നമുക്കിത് ടോണിയാണ് ചെയ്തു തന്നെ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പണിതു. അതെ, കുഴപ്പമില്ല, നല്ല വർക്കായിരുന്നു. ഇനിയിപ്പോൾ അവനെ നമ്പറൊക്കെ ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവനെ വിളിക്കാം. അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോകം, കൃഷി എന്ന ലോകം അല്ലേ. ഇനി ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ടാറ്റാ. അപ്പം ഞാൻ ഈ കാണിക്കുന്നതിന് കൂട്ടത്തിൽ ഒരു സൂത്രം കൂടെ കാണിക്കാം. സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പറമ്പിൽ മരങ്ങളൊക്കെ ഉണ്ടാവും. ആ മരങ്ങൾ വെട്ടിയതിന് ശേഷം, അതായത് അതിൻ്റെ വേര് കാണും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ JCB കൊണ്ട് കിളച്ച കൂട്ടത്തിൽ എന്തോ ഒരു പണ്ടത്തെ എന്ത് തടിയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു വേര് കിടപ്പടായിരുന്നു. കേട്ടോ, അച്ചാരതെടുത്ത് മാറ്റി വെച്ചിട്ട് അത് ഇനി ഒന്ന് പെയിൻ്റ് അടിച്ച് അല്ലേ എടുത്തോണ്ട് പോരെ. അപ്പോൾ അതിനി എടുത്ത് നമുക്ക് അല്ലേ നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കാം അല്ലേ. നമുക്ക് നല്ല അടിപൊളി ഡിസൈൻ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് നോക്കി അത്യാവശ്യം മേശിരിമാർ ആശാരിമാർ വരും, എന്നാൽ കൊത്തി പിടിപ്പിച്ച് വേരായിട്ട് വല്ലതും വെച്ച് കഴിഞ്ഞാൽ സെറ്റാ അല്ലേ. നല്ലൊരു കാഴ്ചയതേ. സെറ്റാക്കാം. അപ്പോൾ ഇത് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വേരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ക്രാഫ്റ്റ് ചെയ്തൊക്കെ വെക്കുവാണല്ലോ. നല്ല ഫ്ലൂസ് കളിക്കും. ഫ്ലൂസ് കാശ് കളിക്കാം. ആ കൈ സ്വല്പം താത്തി ആ കൈ ക്യാമറ പിടിക്കാൻ പറ്റും, ശ്രദ്ധിക്കാം. അപ്പോൾ ഫ്ലൂസ് കളിക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ടോ ഇന്ന് കയ്യെത്തുന്നല്ലേ. ഇതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ പ്രത്യേകിച്ച്? അല്ല അതിന് തഗ്ഗുകളാണോ എല്ലാം പറയുന്നത്. കലാകാരന്റെ കയ്യിലാണെങ്കിൽ ഏത് മോഡൽ വരുത്താം. കൊലാകാരന്റെ ഇതിനെ ഇപ്പം പറയുവാണെങ്കിൽ ഒരു 4-5 മോഡൽ വരുത്താനുള്ള ഐറ്റം ഉണ്ടല്ലേ. കണ്ടില്ലേ, ഏത് മോഡൽ വേണേലും ഇതിൽ വരുത്താം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിനെ ആ വലിപ്പത്തിൽ വരുത്തിയാൽ മതി. അതുപോലെ മൊത്തത്തിൽ നോക്കുമ്പോ കലമാന്റെ ഇതാണെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസിന്റെ ഇത്രയും അതും അപ്പൊ എന്തായാലും സെറ്റപ്പ് ആണല്ലേ. ഷേപ്പ് ചെയ്തെടുക്കണം. ഓരോ സൈഡിലും ഓരോ മോഡൽ വരുത്താം. ഓക്കെ. അപ്പം നമ്മുടെ മില്ലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഒരുപാട് ഉരുപ്പടി, അതെ പഴയ തടിയുടെ അകത്ത് കിടക്കുന്ന ഉരുപ്പടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഓയ് പശു വെയിലത്ത് എവിടാ? പശു വെയിലത്ത് നിൽക്കാന്ന്. അപ്പുറത്ത് പറമ്പുണ്ടല്ലോ, അപ്പുറത്തെ പറമ്പിൽ പോയി പശുവിനെ മാറ്റി കെട്ടണം. ചെല്ലടാ, മമ്മി വിളിച്ചു പറഞ്ഞു ചെല്ലടാന്ന്. എവിടുന്ന ഒരു ദൂത കേട്ടു. ശരി. അപ്പൊ ഞാൻ പശുവിനെ കെട്ടിട്ട് വരട്ടെ. പോയായിരുന്നല്ലേ. അപ്പൊ അച്ഛാ ഞങ്ങള് പശുവിനെ കെട്ടാ. അത് പിടിക്കടാ കൊച്ചെ. പശുവിനെ കെട്ടാനേ നമ്മൾ പോയതാണ്. അപ്പോൾ നമ്മൾ പോവാണ് പശുവിനെ കെട്ടാൻ. അപ്പോൾ ഇതൊരു കുഴിയുണ്ട്, ഇതിനകത്ത് എന്തായാലും മീനെ വല്ലതും വളർത്തണം അല്ലേ. കാരണം അവിടെ 3-4 കൂടൊക്കെ ഉണ്ട്. മൊത്തം കോഴിയെ ഇനി വെച്ച് പിടിപ്പിക്കണം. കോഴിയെ വാങ്ങിച്ച് ഇടണം. ഇട്ടിട്ട് മുട്ട കച്ചവടം നോക്കണം. മുട്ട കച്ചവടം ഒരു മുട്ടയ്ക്ക് ഇപ്പം എന്നാ വില എന്നറിയോ? 8 രൂപ അല്ലേ, 6 രൂപ 8 രൂപ ആ റേഞ്ചിൽ വിലയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പക്കച്ചായോ എന്നാ കൊണ്ട് വിശേഷം? ഇതൊക്കെ നടന്നാൽ മതിയോ? ഇങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ പശുവിനെ വെയിൽ കുളിപ്പിക്കുന്നതല്ലേ. എന്നോട് പറയണത് അല്ലേ. എടുത്തിലേക്ക് കയറ്റും. ഡീ ബെല്ല എന്നാ ഡീ ബെല്ല വെയിൽ. ഓ അതൊരു പോയിൻ്റാണ് കേട്ടോ അച്ഛാ. അതെന്തായാലും കണ്ടത് കാര്യമാണ്. ഞാൻ അങ്ങോട്ട് പോട്ടെ. എടാ കുഞ്ഞെ നീ ഒന്ന് കൊണ്ടുപോകാം അച്ഛനെ അപ്പുറത്തെ പറമ്പില്ലേ.
അയ്യോ അവിടെ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്. അയ്യോ അവളോട് നോക്കുന്നു. ഓടിച്ചടാ എടാ നയിക്കടാ അച്ഛനടാ ഓടിച്ചല്ലേ. എടാ ചെല്ലടാ ചെല്ലും. നീ ചെന്നാ കാര്യം കഴിച്ചു വിടാം, അവളിങ്ങ് വന്നോളൂ. അയ്യോ അയ്യോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പശുവിനെ കഴിക്കാൻ പോവുക. പശു വെയിൽ തിരിക്കുക. അയ്യോ. അപ്പോൾ എൻ്റെ പൊന്നളിയാ ഒന്നും പറയണ്ട. പശു വെയിൽ തിരിക്കുക. ചൂടാണ്, ശരിയാ പറഞ്ഞു, ചൂട്, നല്ല ചൂടാണേ. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വക്കച്ചായം പിടിന്ന് വന്ന് പറഞ്ഞു പശു പറഞ്ഞിരിക്കുന്നു. പേടിച്ചിരിക്കുക. അവളെ അഴിച്ചു വിട. അവളെ അഴിച്ചു വിട്ട് അവളിങ്ങ് വന്നോളൂ. അവിടെ ദേഹത്ത് വെള്ളം ഒഴിക്കണേ കേട്ടോ. അവളെ വന്ന് പിടിച്ച് കെട്ടിയിട്ടെ നമുക്കെല്ലാം കുടിച്ച് വെള്ളം. ആഹാ ഓക്കെ. അപ്പോൾ കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ രസകരമായ വീഡിയോ. മില്ലുകാരൻ സൈനിങ്. എന്നാ വില ഇതിന്? എത്ര വില വാങ്ങിക്കുന്നത്? 2 കിലോ 100 അല്ലേ? 2 കിലോ 100 കൊള്ളാമല്ലോ. സർക്കാർ വില കുറയ്ക്കണോ? സർക്കാർ വില കുറയ്ക്കണോ? ആഹാ 2 കിലോ 100 അല്ലേ? അത് ചൂടാന്ന് തോന്നുന്നു. ഓ എൻ്റെ പൊന്നു കുഞ്ഞേ. ഓ ചൂളയിലിട്ട് അങ്ങനെ കൊണ്ടുവരും അല്ലേ? ഇത് എവിടെ നിന്ന് വരുന്ന? അപ്പോൾ കായംകുളം അല്ലേ? രാവിലെ കയറ്റി കൊണ്ടുവരും. അപ്പോൾ തന്നെ അതെ കടക്കാർക്ക് വിൽക്കാനുള്ള സെറ്റപ്പ് ആവും അല്ലേ? അപ്പോൾ 1 കിലോയ്ക്ക് എന്നാ വില? 1 കിലോ 50. 2 കിലോയ്ക്ക് 100 രൂപ. ഇനിയിപ്പോൾ നാളെ വരുന്ന കടയിൽ 60 രൂപ ആയിരിക്കും. കണ്ടോണം. എന്നാൽ ഇന്നലത്തെ വന്ന ഏത്തൊക്കെ എല്ലാവരും കടയിൽ കിടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വില കുറച്ച് വയ്ക്കും. നാളെ വരുമ്പോൾ അതിനകത്ത് കൂടും അല്ലേ? 38 രൂപ ഹോൾസെയിൽ. റെക്കോർഡിങ്ങാണ്. അല്ല ഇന്ന് 38 രൂപ ഹോൾസെയിൽ വില. ഏതെങ്കിലും കൊലക്കടയിൽ ചെന്ന് ചോദിക്കണം 38 ഹോൾസെയിൽ വില. ചൂടായിട്ട് വരും 10 കിലോ കുറയും 100 കിലോ. അപ്പോൾ നിങ്ങളിപ്പോൾ 50 രൂപയ്ക്ക് വിൽക്കും. വെയിൽ അതേപോലത്തെ രൂപ വെള്ളത്തിന് കൊടുക്കണം. ഈ കടക്കാർക്ക് മെനഞ്ഞാന്ന് 2.5 കിലോ 100 രൂപ വിറ്റ്, 3 കിലോ 100 രൂപ വിറ്റ്. ഇപ്പോഴും ആ വിലക്ക് മേടിക്കാൻ പറ്റുമോ? ഞങ്ങൾ കൊണ്ടുവന്ന് വില കുറയ്ക്കും. ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതിനെ കൊണ്ട് ആ വില കുറയും. കടക്കാരും കുറയ്ക്കുന്നില്ല, കുറയ്ക്കത്തില്ല. ഇപ്പോൾ അങ്ങനെ ഇപ്പം വരുന്നുണ്ടോ? കാരണം ഇപ്പോഴത്തെ വീഡിയോ കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ എൻ്റെ അഞ്ച് തേറാൻ പോട്ടെ. അപ്പോൾ ഇങ്ങനെ ചെറുകിട വ്യവസായങ്ങൾ തഴച്ചു വളരുന്നുണ്ട്. കാര്യങ്ങൾ സെറ്റല്ലേ? ഓക്കെ.